പുറപ്പാടിന്റെ പുസ്തകം 1-ാം അധ്യായം 2 നേഴ്സുമാരുടെ വീരോജ്വലമായ കഥയോടെയാണ് തുടങ്ങുക. ഷിഫ്ര പൂവ എന്നാണ് ആ സൂതി കർമ്മിണികളുടെ പേര്. അവര് GNM ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ BSc നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞ് വളരെ മനോഹരമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഈജിപ്തിലെ കിങ്ങിന്റെ ഒരു ഓഫർ വരുന്നത്. രാജാവിന്റെ ഓഫർ ആയതുകൊണ്ട് തന്നെ അതൊരു കിടുക്കാച്ചി ഓഫറായിരുന്നു. ഈജിപ്തുകാരുടെ അവിടെ വളരെ അടിമത്തത്തിൽ കഴിയുന്ന ഹെബ്രായർക്ക് ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളെയും കൊന്നുകളയണം. നല്ല പാരിതോഷികമുള്ള, ഒരുപക്ഷെ നല്ല പ്രൊമോഷനൊക്കെ സാധ്യതയുള്ള നല്ലൊരു ഓഫർ. കുറച്ചു കഴിഞ്ഞപ്പോ രാജാവിന് മനസ്സിലായി ഇസ്രായേൽക്കാരുടെ എണ്ണം കുറയുകയല്ല, കൂടിക്കൂടി വരികയാണ്. അങ്ങനെ ഒരു മൊത്തത്തിലൊരു മീറ്റിംഗ് ഒക്കെ വിളിച്ച് അവരെ വിളിപ്പിച്ചു. നിങ്ങൾ എന്താ അവരെ കൊന്നുകളഞ്ഞില്ലേ? അവർ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: നിങ്ങൾ ഈജിപ്തുകാരെ പോലെയല്ല ഇസ്രായേൽക്കാർ, അവര് വളരെ സ്മാർട്ടാണ്. ലേബർ റൂമിലേക്ക് എത്തുമ്പോഴേക്കും അവരുടെ ഡെലിവറി കഴിഞ്ഞിരിക്കും. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾക്ക് അവരെ കൊല്ലാനുള്ള ഒരു അവസരം കിട്ടുക? ആമേൻ. ഏത് സാഹചര്യം മോശമാണെങ്കിലും, നമുക്കെതിരെ എന്ത് പ്രതികൂലം നിൽക്കുകയാണെങ്കിലും, ദൈവസ്വരത്തിന് ആമേൻ പറയുന്ന ഒരു നേഴ്സിനെ ഇതുപോലെ ശക്തമായി, വ്യക്തമായി, ധീരമായി നിലപാടുകൾ എടുക്കാനാവുമെന്ന് പുറപ്പാട് പുസ്തകം നമ്മളോട് അടിവരയിട്ട് പറയുകയാണ്. 2 ഫലങ്ങളാണ് അതിനുണ്ടായത്. ഒന്നാമത്തെ കാര്യം, കർത്താവ് അവരോട് കൃപ കാണിച്ചു. രണ്ടാമത്തെ കാര്യം, ജനം വർദ്ധിച്ച് പ്രബലരായി. ഹല്ലേലൂയ. ദൈവഭയമുള്ള 2 നേഴ്സുമാരിലൂടെ ഒരു രാജ്യം തന്നെ, ഒരു ജനം തന്നെ രക്ഷപ്പെടുന്ന അതിമനോഹരമായ കാഴ്ച. പ്രൈസ് ദി ലോർഡ്. അതിന്റെ ഒരു ഫലമായിട്ട് ബൈബിൾ ഇങ്ങനെയാണ് വരച്ചു കാണിക്കുക: സൂതി കർമ്മിണികൾ ദൈവഭയമുള്ളവരായതുകൊണ്ട് അവരുടെ സന്താന പരമ്പരയെ അവിടുന്ന് വർദ്ധിപ്പിച്ചു, അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. നമ്മുടെ കുടുംബങ്ങൾക്ക്, തലമുറകൾക്ക് അനുഗ്രഹമാകാനാണ് നേഴ്സ് എന്നുള്ള ഈ ഒരു വിളി. ഇതൊരു ദൈവവിളിയാണ്. 1 തിമോത്തിയോസ് 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുക: തന്റെ ശുശ്രൂഷയ്ക്കായി എന്നെ നിയമിച്ചുകൊണ്ട് അവൻ എന്നെ വിശ്വസ്തനായി കണക്കാക്കി. ഹല്ലേലൂയ.